വാർത്തകളിലേക്ക് വിശദമായി. സർവീസുകൾ വിപുലീകരിക്കാൻ തയ്യാറെടുത്ത് ഇത്തിഹാദ് എയർവേസ്. ഇന്ത്യയിലേക്കടക്കം കൂടുതൽ സർവീസുകൾ ആരംഭിക്കും. ഇന്ത്യയ്ക്കാണ് പ്രഥമ പരിഗണനയെന്ന് ഇത്തിഹാദ് എയർവേസ് സിഇഒ അറിയിച്ചു. കൂടുതൽ ഇന്ത്യൻ നഗരങ്ങളിലേക്കുൾപ്പെടെ പ്രവർത്തനം വിപുലീകരിക്കുകയാണ് അബുദാബി ആസ്ഥാനമായുള്ള UAE ദേശീയ വിമാന കമ്പനി ഇത്തിഹാദ് എയർവേസ്. അടുത്ത 10 വർഷത്തിനിടെ യാത്രക്കാരുടെ എണ്ണം 3 ഇരട്ടിയാക്കി 3 കോടിയായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് സിഇഒ അർണോൾഡോ വ്യക്തമാക്കി. വിമാനങ്ങളുടെ എണ്ണം 150 ഉയർത്തും. ദീർഘദൂര ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് ഇത്തിഹാദിന്റെ പുതിയ പദ്ധതികൾ. അതിൽ ഇന്ത്യയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും സിഇഒ വ്യക്തമാക്കി. ഇന്ത്യയിലെ പുതിയ 6 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവീസുകൾ നടത്തുക. നിലവിൽ കൊച്ചി, ചെന്നൈ, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, ഡൽഹി, ഹൈദരാബാദ്, കൊൽക്കത്ത, മുംബൈ എന്നീ നഗരങ്ങളിലേക്കാണ് ഇത്തിഹാദ് എയർവേസ് സർവീസ് നടത്തുന്നത്. ചൈന, തെക്കിഴക്കൻ ഏഷ്യ, ഇന്ത്യ, GCC രാജ്യങ്ങൾ എന്നിവയെ യൂറോപ്പുമായും അമേരിക്കയുടെ കിഴക്കൻ തീരവുമായും ബന്ധിപ്പിക്കുക എന്നതാണ് പുതിയ ആശയമെന്ന് അർണോൾഡോ പറഞ്ഞു. ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണം കോവിഡിനു മുമ്പുള്ള നിലയിലേക്ക് എത്തിയെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നതിനനുസരിച്ച് അന്താരാഷ്ട്ര ഗതാഗതം സജീവമായെന്നും അധികൃതർ വിലയിരുത്തി. ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രക്കാരുടെ എണ്ണത്തിലും വർധന രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സിഇഒ വ്യക്തമാക്കി. ന്യൂസ് 18 UAE. സുഡാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ രക്ഷാദൌത്യം പുരോഗമിക്കുന്നു. ഇന്ത്യക്കാരുടെ 11ാം സംഘവും ജിദ്ദയിലേക്ക് തിരിച്ചുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചു. ജിദ്ദയിലെത്തിയ 392 പേർ നാട്ടിലേക്ക് യാത്ര തിരിച്ചുവെന്നും വി മുരളീധരൻ പറഞ്ഞു. സുഡാനിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ താൽപര്യമുള്ള എല്ലാവരെയും ഓപ്പറേഷൻ കാവേരി വഴി നാട്ടിലെത്തിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഇന്ത്യക്കാരുടെ 11ാം സംഘവും സുഡാനിൽ നിന്ന് തിരിച്ചു. ജിദ്ദയിലെത്തിയ 362 പേരെ ബാംഗ്ലൂരുവിലും 392 പേരെ ഡൽഹിയിലും എത്തിച്ചെന്ന് വി മുരളീധരൻ അറിയിച്ചു. ഇതുവരെ സുഡാനിൽ നിന്ന് 10 സംഘങ്ങളാണ് ജിദ്ദയിലെത്തിയത്. ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം സുഡാനിൽ നിന്ന് ഓപ്പറേഷൻ കാവേരിയിലൂടെ 1100 പേരെ രക്ഷപ്പെടുത്തി. ഇതിൽ നിന്ന് 606 പേർ ഇതിനകം ഇന്ത്യയിലെത്തി. ഇതിൽ 27 മലയാളികളും ഉൾപ്പെടും. അവശേഷിക്കുന്ന ഇന്ത്യക്കാരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്നും വി മുരളീധരൻ അറിയിച്ചു. ഓപ്പറേഷൻ കാവേരിയുടെ പ്രവർത്തനങ്ങൾ ഇതുവരെ വളരെ സുഗമമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ 3400 ഇന്ത്യക്കാരാണ് സുഡാനിലുണ്ടായിരുന്നത്. ജിദ്ദയിലെത്തിയ ബാക്കിയുള്ളവരെ വിമാനങ്ങളുടെ ലഭ്യതയനുസരിച്ച് നാട്ടിലെത്തിക്കും. വരും ദിവസങ്ങളിൽ സുഡാനിൽ കുടുങ്ങിയ കൂടുതൽ ഇന്ത്യക്കാർ കൂടി പോർട്ട് സുഡാനിൽ നിന്ന് ഓപ്പറേഷൻ കാവേരി വഴി ജിദ്ദയിലെത്തും. ജിദ്ദയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് പ്രവർത്തിക്കുന്നത്. സുഡാനിലുള്ള ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ സുരക്ഷിതരാണെന്നും ഇവർ ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി മുഴുവൻ സമയവും രംഗത്തുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സൗദി ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും പൂർണ്ണമായുള്ള സഹകരണമാണ് ലഭിക്കുന്നതെന്നും അവരുടെ കൂടി സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും സൗദിയുടെ സഹകരണത്തിന് കേന്ദ്ര സർക്കാരിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതായും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സുഡാനിൽ നിന്നെത്തിയ മലയാളികൾ ബംഗളൂരുവിൽ കുടുങ്ങിക്കിടക്കുന്നു. യെല്ലോ ഫീവർ കാർഡ് ഇല്ലാത്തതിനാലാണ് തടഞ്ഞുവെച്ചിരിക്കുന്നത്. 30ഓളം പേർ ഉണ്ടെന്നും ക്വാറന്റീനിൽ ഇരിക്കണമെന്നാണ് നിർദ്ദേശമെന്നും ജിദ്ദ വഴി വന്ന സംഘത്തിലെ സജീർ എന്നയാൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. 5 മണിക്കൂർ പിന്നിട്ടിട്ടും ഭക്ഷണമോ വെള്ളമോ തന്നിട്ടില്ല. യുദ്ധമേഖലയിൽ നിന്ന് വന്നവരോട് അനീതിയാണ് കാട്ടുന്നതെന്നും സജീർ പറഞ്ഞു. കാർഡില്ലാത്തവർ മാറി നിൽക്കാൻ പറഞ്ഞു. യെല്ലോ ഫീവർ കാർഡില്ല അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ വേറെ അക്കോമഡേറ്റ് ചെയ്യാനോ മറ്റു ഭക്ഷണം തരുവാനോ വെള്ളം തരുവാനോ ഇവരൊന്നും തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:5 മണിയായപ്പോൾ ഇവിടെ നമ്മളിവിടെ ലാൻഡ് ആയതാണ്. ഇതുവരെ നമ്മൾ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല. നമ്മൾ പാസ്പോർട്ട് അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ക്വാറന്റൈൻ കിടക്കാൻ പോകാൻ പറയുന്നത്. ഈ ക്വാറന്റൈൻ കിടക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളിൽ വേറെ ഡ്രസ് ഇല്ല. ഞങ്ങളിൽ ആകെ ഉള്ളതെന്ന് വെച്ചാൽ എന്റെ ഉണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ എന്നെ പോലെ എത്രയെങ്കിലും പേരുണ്ട്. ഒരു പാന്റും ഒരു ഉടുപ്പും മാത്രമേ ഉള്ളൂ. സൗദി അറേബ്യയിൽ നിന്ന് വന്നവരാണ് നമ്മള്. സൗദി എയർലൈൻസിൽ വന്ന ആൾക്കാരാണ്. അവര് പറയുന്നത് നിങ്ങൾ ക്വാറന്റൈനിൽ നിർബന്ധമായിട്ടും പോകണം. ഇത് നമ്മൾ ഇവിടുത്തെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റൂളാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടുത്തെ ഇത് പാലിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്വാറന്റൈനിൽ പോയേ പറ്റുള്ളൂ. 6 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യവും നമ്മളെടുത്ത് അവിടെ നിന്ന് എംബസിയുടെ ഭാഗത്തുനിന്നും ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടെ വന്ന് സൗദിയിൽ വന്ന് നമ്മൾ ഒരു 2 ദിവസം അവിടെ കിടന്നു. അവിടെ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളെ ഇത്രയും പകർച്ചവാദി ഈ ഒരു ഫ്ലൈറ്റിലേക്ക് 300ഓളം പേര് ഇവിടെ വന്നതല്ലേ. നമ്മളെ മാത്രമേ ഇവർ തടഞ്ഞു നിർത്തിയിട്ട് ഈ നമുക്ക് സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ വന്നിട്ട് ഈ ഔട്ട് പാസിയോട് EC സർട്ടിഫിക്കറ്റോട് വന്നവരാണ്. അവർ ഈ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് ഇവരുടെ കൈവശമില്ല. പോരാഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലുകൂടി മാറാത്ത കുട്ടിയൊക്കെ വരെ ഈ വാക്സിൻ യെല്ലോ കാർഡ് എടുക്കാത്ത ആ അമ്മയെയും കുഞ്ഞിനെയും വരെ തടഞ്ഞിട്ടുണ്ട് ഇവിടെ. പിടികൊടുക്കാതെ അരിക്കൊമ്പൻ.
അരിക്കൊമ്പൻ ദൗത്യം നാളെ വീണ്ടും ആരംഭിക്കും. ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ദൗത്യമല്ലെന്നും വെല്ലുവിളികൾ നേരിടുമെന്നുമാണ് ഡോക്ടർ അരുൺ സഖറിയയുടെ പ്രതികരണം. ദൗത്യം നാളെ രാവിലെ 8 മണിക്ക് പുനരാരംഭിക്കുമെന്ന് മൂന്നാർ DFO രമേശ് ബിഷ്ണോയി പറഞ്ഞു. Today we were not able to locate the Arikomban, so we have wind up our operation. So we are telling all the line department to go back, and tomorrow again we are going for the operation. Tomorrow morning, early morning, our team will again start tracking this Arikomban, and if it is there, then by 8 o'clock we will again start the operation. And tomorrow, if weather condition is okay, we will go with the operation. If it is not okay, then Matanal again we will go with the operation. Now again 144 we have requested our sub collector to issue 144. Okay. Matana also 144 will be there. Is there any hints that Arikomban stands anywhere? No, we are that is the main issue. Full day we are try to locate that one. So we are not able to locate. Tracking continue. Tracking will be continued. Today night also. Night like two staff, because full day staff is like they want rest also. Yesterday night they have started. So early morning we will start tracking, and if it is there, then we will go with the operation. Same operation. നാളെ മിഷൻ തുടരും. നാളെ mission is there. അപ്പോൾ ഈ ചക്കക്കൊമ്പനാണോ എന്നൊരു സംശയം കൂടെ ഉണ്ട്. അതിലാണ് ഇത് പിന്നെ ഈ ചക്കക്കൊമ്പൻ വന്നതുകൊണ്ട് ഇത് അവിടുന്ന് മാറിപ്പോയെന്നാ പറയുന്നത്. വെളുപ്പിന് പരിപാടി ഉണ്ടായിരുന്നോ? വെളുപ്പിന് വരെ ഉണ്ടായിരുന്നു. ചക്കക്കൊമ്പൻ വന്നതുകൊണ്ട് ഈ അരിക്കൊമ്പൻ അവിടുന്ന് മാറിയെന്നാണ് പറയുന്നത്. എങ്ങോട്ട് പോയി കരുതുന്നത്? ചിലപ്പോൾ ശങ്കരവാണിയമ്മട്ടക അല്ലെങ്കിൽ 7 ഏക്കർ ആ ഭാഗത്തോട്ട് അവിടെ നോക്കുന്നുണ്ട്. അവിടെ കൺഫർമേഷൻ ഉണ്ടോ അവിടെ ഉള്ളതായിട്ട് കൺഫർമേഷൻ ഇല്ല. ശ്രമം അവസാനിപ്പിച്ചോ? അതോ അവസാനിപ്പിച്ചിട്ടില്ല. തുടരും. അത് സമയമൊക്കെ തീരുമാനിക്കുന്ന വനംവകുപ്പാണ്. 3 മണി സമയമുണ്ടോ? അങ്ങനെ സമയമൊന്നുമില്ല, വനംവകുപ്പാണ് അത് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സേവനം എത്ര മണി വരെ ആവശ്യം? നമ്മുടെ സേവനം അവര് പിന്നെ അതായത് ദൗത്യം അവസാനിപ്പിക്കുന്നിടം വരെ നമ്മുടെ സേവനം. അപ്പൊ ഇന്നില്ലെങ്കിൽ നാളെ വീണ്ടും തുടരുമോ? അത് എന്നാണ് അടുത്തത് തുടരുന്നതെന്നൊക്കെ അതൊക്കെ വനംവകുപ്പിന്റെ. ശരി. അതിനിടെ ദൗത്യം നിർത്തിയ ശേഷം വനംവകുപ്പിന്റെ തെരച്ചിലുകൾക്കിടെ അരിക്കൊമ്പനെ കണ്ടെത്തി. ഇടുക്കി ശങ്കരപാണ്ഡ്യമേട്ടിലാണ് അരിക്കൊമ്പനെ കണ്ടെത്തിയത്. തൃശൂരിൽ പൂരാവേശം. തൃശൂർ പൂരത്തിന്റെ ആവേശം ആകാശത്തോളം ഉയർത്തി സാമ്പിൾ വെടിക്കെട്ട്. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ട് വർണ്ണശബളവും ശബ്ദമുഖരിതവും നയനമനോഹരവുമായിരുന്നു. രാത്രി 7:30 തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം കമ്പക്കെട്ടിന് തിരികൊളുത്തിയത്. 2 മിനിറ്റ് നീണ്ട കരിമരുന്ന് പ്രയോഗത്തിന്റെ ആകർഷണം കൂട്ടപ്പൊരിച്ചിൽ ആയിരുന്നു. ഇരുപത് മിനിറ്റിന് ശേഷം പാറമേക്കാവിന്റെ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങി. മിനിറ്റിലധികം നീണ്ടുനിന്ന വെടിക്കെട്ടിൽ വർണ്ണങ്ങളും ശബ്ദവും വിസ്മയ കാഴ്ചകളുമെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായി. തുടർന്ന് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ വർണ്ണക്കതിനകൾ ആകാശത്ത് വർണ്ണമഴ പെയ്യിച്ചു. ഒരു മണിക്കൂറിലേറെ സമയമെടുത്തു സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയാക്കാൻ. ഇനി പൂരപ്പുലർച്ചെ തൃശൂരിന്റെ ആകാശത്ത് വിരിയാനിരിക്കുന്ന വർണ്ണക്കാഴ്ചകൾ കാണാനുള്ള കാത്തിരിപ്പ്. ന്യൂസ് 18 തൃശൂർ. കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിട്ടയച്ച പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പൂയപ്പള്ളി നെല്ലിപ്പറമ്പ് സ്വദേശി അജിയെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് ഗോപാലകൃഷ്ണപിള്ള പോലീസിൽ പരാതി നൽകി. തിരുവനന്തപുരത്ത് 14 വയസ്സുകാരി ലഹരി ഉപയോഗിച്ച് മരിച്ച സംഭവത്തിൽ ദുരൂഹതയേറുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്നുവെന്നാണ് പെൺകുട്ടിയെക്കുറിച്ച് സ്കൂൾ അധികൃതരും സുഹൃത്തുക്കളും പറയുന്നത്.
ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായിരുന്ന വിദ്യാർത്ഥിനി, അധ്യാപകർക്ക് പ്രിയങ്കരി, ക്ലാസ് ലീഡർ. അവളെക്കുറിച്ച് അധ്യാപകർക്ക് പറയാനേറെയുണ്ട്. ലഹരി ഉപയോഗിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കാനാകാതെ വിറങ്ങലിച്ച് അധ്യാപകർ. 9:15 പോലീസ് വാനിൽ സ്കൂളിലെത്തും. 3:30 അതേ ബസ്സിൽ മടങ്ങിപ്പോകും. സ്കൂളിന് പുറത്തു പോകാനോ ലഹരി ഉപയോഗിക്കാനോ ഒരു സാധ്യതയുമില്ല. ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഒരിക്കൽ പോലും അവൾ പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് ക്ലാസ് ടീച്ചർ പറയുന്നു. സ്കൂളിലെ വിനോദയാത്രയിലും സജീവമായി പങ്കെടുത്തു. എപ്പോഴും കൂട്ടുകാർക്കൊപ്പം സന്തോഷവതിയായി കാണാറുള്ള കുട്ടി. കൂട്ടുകാർക്കും കുട്ടിയെക്കുറിച്ച് മോശം അഭിപ്രായമില്ല. മുടങ്ങാതെ ക്ലാസ്സിൽ ഹാജരാകും. വർഷാന്ത്യ പരീക്ഷയിലും നല്ല മാർക്ക്. പിന്നെ എങ്ങനെ അവൾ ലഹരിക്കടിമയായിരുന്നുവെന്ന് വിശ്വസിക്കുമെന്ന് അധ്യാപകർ ചോദിക്കുന്നു. ഇത് തന്നെയാണ് മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം ആശങ്കയും. ന്യൂസ് 18 തിരുവനന്തപുരം. ദി കേരള സ്റ്റോറീസ് സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. കേരളത്തിൽ ഇന്നുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെ സംഘപരിവാറിനു വേണ്ടി തയ്യാറാക്കിയ സിനിമയാണിത്. കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുള്ളവർ ഒന്നടങ്കം സിനിമ ബഹിഷ്കരിക്കണമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഇത് കേരളത്തെ അങ്ങേയറ്റം അവമാനിക്കുന്നതിന്, കേരളത്തിൽ ഇന്നുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോട് സംഘപരിവാറിന് വേണ്ടി തയ്യാറാക്കിയ ഒരു സിനിമയായിട്ടാണ് കാണുന്നത്. കലാപകലുഷിതമായ അന്തരീക്ഷത്തിലൂടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തയ്യാറെടുപ്പ് നടത്തി വിജയിച്ച ശൈലി കേരളത്തിലും നടപ്പാക്കാൻ വേണ്ടിയുള്ള സംഘപരിവാറിൻ്റെ ആസൂത്രിത നീക്കമാണ് ഈ സിനിമ എന്നതാണ് വസ്തുത. ഇത് ഒരു കാരണവശാലും കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഈ നീക്കം ഉപേക്ഷിക്കണം. ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഇത് കേരളത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി, കേരളത്തെ ജനങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ പടർത്തി ഭാവി രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആസൂത്രിത നീക്കമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ വികാരം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരണം എന്ന കാര്യമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സിനിമയെ കേരളത്തിലെ ജനങ്ങളാകെ ബഹിഷ്കരിക്കണം. ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷമായ അവസ്ഥ വെച്ചുകൊണ്ട്, ആ മനസ്സ് വെച്ചുകൊണ്ട് കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുള്ള മുഴുവൻ ആളുകൾ ഈ സിനിമ ബഹിഷ്കരിക്കണം. അത് ഏതെങ്കിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ട് കാണിക്കാനുള്ള ചിലപ്പോൾ തയ്യാറെടുപ്പ് നടന്നാൽ പോലും, ഏതെങ്കിലും തിയേറ്റർ ഉടമ അത് അംഗീകരിച്ച് പ്രദർശിപ്പിച്ചാൽ പോലും ജനങ്ങൾ ഈ സിനിമ ബഹിഷ്കരിക്കണം. കാരണം ഇത് ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സിനിമ, ആസൂത്രിതമായി സംഘപരിവാർ തയ്യാറാക്കിയ ഒരു സിനിമയാണ്. ദി കേരള സ്റ്റോറി സംഘപരിവാർ അജണ്ടയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന സിനിമയാണിത്. ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ തയ്യാറാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അത് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ട്രെയിലർ മാത്രമല്ല കണ്ടത്, അതിൻ്റെ സംവിധായകന്റെ വിശദീകരണവും കേട്ടു. താങ്കളുടെ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ 32,000-ലധികം സ്ത്രീകളെ കേരളത്തിൽ നിന്ന് IS റിക്രൂട്ട് ചെയ്തു എന്നുള്ള വ്യാജ വാർത്തയാണ്, വ്യാജ ഇൻഫർമേഷനാണ്, തെറ്റായ വിവരമാണ് ആ സിനിമയിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇതൊരു സംഘപരിവാർ അജണ്ടയാണ്. കേരളത്തിൻ്റെ സൗഹാർദ്ദപരമായ മണ്ണിൽ വിഷവിത്തുകൾ പാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണിത്. ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുക, ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിശ്രമം നടത്തുന്നത്. മാമുക്കോയയ്ക്ക് ചലച്ചിത്ര ലോകം വേണ്ടത്ര ആദരവ് കൊടുത്തില്ലെന്നത് ശരിയാണെന്ന് ടി പത്മനാഭൻ. മരിക്കണമെങ്കിൽ എറണാകുളത്ത് പോയി മരിക്കണമെന്നത് ശരിയാണ്. മുൻപ് സംവിധായകൻ രഞ്ജിത്തും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സംവിധായകൻ VM വിനുവിന്റെ വാക്കുകളോട് യോജിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വളരെ ശരിയാണ്. വിനു പറഞ്ഞു മരിക്കണമെങ്കിൽ എറണാകുളത്ത് പോയി മരിക്കണമെന്ന്. പണ്ട് വേറൊരു സന്ദർഭത്തിൽ പ്രശസ്ത നടനും സംവിധായകനുമായ രഞ്ജിത്തും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, മരിക്കണമെങ്കിൽ എറണാകുളത്ത് പോയി മരിക്കണമെന്ന്. ഇതൊക്കെ സത്യമാണ്. പിന്നെ വേറൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയാം. കോഴിക്കോട്ട് തന്നെ ഉള്ള ആളാണ് അയാൾ. വന്നിട്ടില്ല എന്നത് പോകട്ടെ, എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞതായിട്ട് പോലും ഒരാളും അറിയില്ല. അതിനെക്കുറിച്ച് കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു.
മമ്മൂക്കയുടെ സംസ്കാര ചടങ്ങിൽ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കാതിരുന്നതിൽ പരാതിയില്ലെന്ന് മകൻ മുഹമ്മദ് നിസാർ. വിവാദങ്ങൾ അവസാനിപ്പിക്കണം. മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ സാഹചര്യങ്ങൾ അറിയിച്ചിരുന്നു. പലർക്കും പല തിരക്കുകളും ഉണ്ടാകും. പിതാവിനു വേണ്ടി ഇനി പ്രാർത്ഥനകൾ മാത്രം മതിയെന്നും മുഹമ്മദ് നിസാർ കോഴിക്കോട് പറഞ്ഞു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തലവൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. പ്രതിഷേധം തുടരുന്ന ഗുസ്തി താരങ്ങൾ നടപടിയെ സ്വാഗതം ചെയ്തു. വിജയത്തിലേക്കുള്ള ആദ്യ പടിയാണിതെന്നും പ്രക്ഷോഭം തുടരുമെന്നും കായിക താരങ്ങൾ വ്യക്തമാക്കി. BJP MPയെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക അതിക്രമാക്ഷേപം ഉന്നയിച്ചാണ് ഗുസ്തി താരങ്ങൾ പ്രതിഷേധം തുടങ്ങിയത്. ഗുസ്തി താരങ്ങൾ നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുമ്പോഴാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത FIR രജിസ്റ്റർ ചെയ്യാനുള്ള പോലീസിന്റെ തീരുമാനം വ്യക്തമാക്കിയത്. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധ രീതിയെ വിമർശിച്ച ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷയുടെ പ്രസ്താവന വിവാദത്തിൽ. തെരുവിലെ സമരം കായിക മേഖലയ്ക്കും രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്കും ദോഷമാണെന്ന പരാമർശമാണ് വിവാദമായത്. വാക്കുകൾ വല്ലാതെ മുറിപ്പെടുത്തിയെന്ന് ഗുസ്തി താരം ബജ്രംഗ് പൂനിയ പറഞ്ഞു. സഹതാരങ്ങളുടെ നീതിപൂർവകമായ പ്രതിഷേധത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമം ശരിയായില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ട്വീറ്റ് ചെയ്തു. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.